സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അയോധ്യാകാന്ഡം. അനന്തരം ഭഗവാൻ അരുളി ചെയ്തു. ബ്രഹ്മാദിദേവന്മാരുടെ അപേക്ഷയും അവരോട് ചെയ്ത പ്രതിജ്ഞയും എല്ലാം ഓർമ്മയുണ്ട്. അത് നിർവഹിക്കാനുള്ള അവസരവും കാത്തിരിക്കുകയാണ്. അവസരം വന്നു കഴിഞ്ഞു. നാളെ പുറപ്പെടാറായി. അഭിഷേകത്തിനൊക്കെ ഒരുക്കട്ടെ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നാളെ കാലത്ത് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ട രാക്ഷസന്മാരെയും കൊന്നു മുടിച്ചതിന് ശേഷമേ മടങ്ങി വരൂ. നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം ഭഗവാനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അന്തപുരത്തിലേക്ക് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോയ മന്ധര പരിഭ്രമത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് മഹാരാജ്ഞിയുടെ മുന്നിലെത്തിയത്. മന്ധരയുടെ സംഭ്രമാകുലമായ വരവും പെരുമാറ്റവും കൈകേയിയെ സംശയാകുലയാക്കി തീർന്നു. സംഗതി എന്താണ് എന്നന്വേഷിച്ചപ്പോൾ രാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വാർത്തയെ വളരെ ഭയപരിഭ്രമങ്ങളോടെ മന്ധര രാജ്ഞിയെ അറിയിച്ചു. പിതൃഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദിവസമായി ഒന്നും ആലോചിക്കാതെ ഉല്ലാസമായി കഴിഞ്ഞു വരുന്നതിനാൽ പൂർവ്വകഥകൾ കുറേയൊക്കെ മറന്ന നിലയിലായിരുന്നു കൈകേയിക്ക്. ശ്രീരാമചന്ദ്രൻ തൻ്റെ പുത്രനല്ലെങ്കിൽ കൂടി തൻ്റെ പുത്രനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവാത്സല്യങ്ങളും രാമങ്കലുണ്ട് താനും. പ്രസ്തുത രണ്ട് കാരണങ്ങളെ കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് അസാധാരണ സന്തോഷമാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായി വർത്തമാനം അറിയിക്കപ്പെട്ടപ്പോൾ സന്തോഷാതിരേകത്താൽ കൈകേയി മന്ധരയ്ക്ക് തൻ്റെ കണ്ഠത്തിൽ നിന്ന് മുത്തുമാലയൂരി സമ്മാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ തന്നെ മന്ധരയ്ക്ക് ദേഷ്യം വന്നു. അനന്തരം രാജ്ഞിയെ കുറേ ഗുണദോഷിച്ചു. വൃദ്ധനായ രാജാവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോന്നതെന്തിനാണെന്നും തന്നെ കൂടി ഇങ്ങോട്ട് അയച്ചതെന്തിനാണെന്നും പിതൃരാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുമൊക്കെ ഓർമ്മിപ്പിച്ചു മന്ധര. മാത്രമല്ല, പട്ടാഭിഷേകം കൂടിക്കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി എന്താണ്? ശ്രീരാമൻ രാജാവും സീത മഹാരാജ്ഞിയും കൗസല്യ രാജമാതാവുമായാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ? ഭരതൻ രാമൻ്റെ ഭൃത്യനോ അല്ലെങ്കിൽ തിരസ്കൃതനോ ആവും. കൈകേയിക്ക് ജീവിതാശയുണ്ടെങ്കിൽ കൗസല്യയുടെ ദാസിയുമാവാം. കേകേയ രാജ്യം മിഥിലാരാജാവ് പിടിച്ചടക്കുകയും ചെയ്യും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ. മഹാരാജാവും കൗസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഈ സംഗതി. അതാണ് ഭരതനെപ്പോലും കേകയത്തെ കയച്ച് ആരുമില്ലാത്ത സന്ദർഭം നോക്കി പെട്ടെന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചത്. അതിനാൽ എന്തു ചെയ്തും ഈ സംരംഭം തടഞ്ഞേ തീരൂ. എങ്ങനെയും ഇത് അനുവദിക്കാൻ വയ്യ. ഒരിക്കൽ തന്നെ ഒരു വലിയ ചതി പറ്റിക്കഴിഞ്ഞു. വിവാഹം. അതിലും വലിയ കൊടും ചതിയാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടിത് തടയുക തന്നെ വേണം എന്നിങ്ങനെയുള്ള മന്ധരയുടെ വാക്ക് നല്ല കണക്കിൽ കൊണ്ടു. കൈകേയിക്കും അത് വളരെ ശരിയാണെന്നും മന്ധരയാണ് തൻ്റെ ഇഷ്ടബന്ധുവെന്നും തോന്നി. അതിനാൽ രാജ്ഞിയും സംഗതി കുറെ ഗൗരവമായി കരുതി. അതിനാൽ എന്താണ് നിവൃത്തി എന്നന്വേഷിച്ചു. മന്ധര തന്നെ അതിനുള്ള നിവൃത്തിയും പറഞ്ഞുകൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ രാജാവ് ദേവന്മാരുടെ ഭാഗത്ത് ചേർന്ന് അസുരന്മാരുടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർചക്രത്തിൻ്റെ ആണി വീണുപോയി. ആ സമയത്ത് കൈകേയും രാജാവൊന്നിച്ച് തേരിലുണ്ടായിരുന്നു. വേഗത്തിൽ തേർ വീണു പോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേയി തൻ്റെ കൈവിരൽ ആണിയുടെ സ്ഥാനത്തിട്ടു. യുദ്ധം കഴിയുന്നതുവരെ തേർ നടത്തി വന്നു. യുദ്ധം അവസാനിച്ച് മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അത്യാഹിത സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. സന്തോഷഭാരത്തോടുകൂടിയ കൈകേയിയെ വളരെ അനുമോദിച്ചു. സമ്മാനമായി 2 വരങ്ങളും കൊടുത്തു. ഇഷ്ടമുള്ളതെന്തായാലും സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്തുത 2 വരങ്ങളെ ആവശ്യമുള്ളപ്പോൾ വരിച്ചോളാമെന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഈ സംഗതി എന്നോ നടന്ന കഥയാണ്. എങ്കിലും മന്ധരയ്ക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട്. അതിനെ പറഞ്ഞുകൊടുത്തു മന്ധര. ആ 2 വരങ്ങളും ഇപ്പോൾ വരിക്കണം.
അതിൽ ഒന്നുകൊണ്ട് ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കലും മറ്റൊന്നുകൊണ്ട് ശ്രീരാമൻ മുനിവൃത്തിയോടുകൂടി 14 സംവത്സരം കാട്ടിൽ താമസിക്കലും. ഇങ്ങനെ 2 രൂപത്തിൽ ഭരിച്ചാൽ മതി. അത് ഇന്ന് തന്നെ കഴിയണം. പ്രഭാതത്തിൽ രാമൻ കാട്ടിലേക്ക് പോകണം. ഭരതൻ അഭിഷിക്തനുമാവണം. ഇതേ മാർഗമുള്ളൂ എന്ന് ഉപദേശിച്ചു കൊടുത്തു മന്ധര. കൈകേയിക്കും അത് ബോധ്യമായി. മന്ധരയെ അഭിനന്ദിച്ചു. രാജാവ് വരുമ്പോഴേക്കും വരം ഭരിക്കാൻ പറ്റുന്ന തോതിൽ വ്യസനത്തോടും ക്രോധത്തോടും കൂടി നിലത്ത് വീണുരുണ്ട് നിലവിളിച്ച് തയ്യാറായി കിടന്നു കൈകേയി. വൈകുന്നേരം രാജ്യസഭയിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് നിത്യകർമ്മവും അത്താഴവും കഴിച്ച് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകേയിയുടെ അന്തപുരത്തിലേക്ക് യാത്രയായത്. എന്തെല്ലാമോ അസ്വാസ്ഥ്യങ്ങൾ രാജാവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ മനസ്സ് കിടന്ന് പിടയ്ക്കുകയുമാണ്. തീരെ സമാധാനമില്ല. കൈകേയി വിവരമറിയുമ്പോൾ എന്ത് പറയുമെന്ന ഭയം അദ്ദേഹത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ രാമചന്ദ്രന് പട്ടാഭിഷേകം വേണമെന്ന് തീർച്ചപ്പെടുത്തി പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞു. പട്ടണം മുഴുവൻ ഉത്സാഹവും ബഹളവുമായിട്ടുണ്ട്. എങ്കിലും പ്രത്യേകം ആളെ അയച്ചിട്ടില്ലാത്തതിനാൽ കൈകേയിയുടെ അന്തപുരത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണമില്ല. താൻ തന്നെ വന്ന് അറിയിക്കാമെന്ന് വെച്ച് മഹാരാജാവ് കരുതിക്കൂട്ടി തന്നെ ആളെ അയക്കാതിരുന്നതാണ്. പ്രതികൂലാഭിപ്രായമുണ്ടെങ്കിൽ കൂടി രാത്രിയിൽ എന്ത് ചെയ്യാനാണ്? പ്രഭാതത്തിൽ പട്ടാഭിഷേകം കഴിയുകയും ചെയ്യും. കാര്യം നടന്നതിന് ശേഷം എന്തു ചെയ്താലും വൈഷമ്യമില്ല. അതിനാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അഭിഷേകം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു മഹാരാജാവിൻ്റെ ആലോചന. എങ്കിലും കൈകേയിയെ ഭയമുണ്ട് താനും. അതാണ് നേരത്തെ അറിയിക്കാതിരിക്കാൻ കാരണം. തീർച്ചപ്പെടുത്തി കഴിഞ്ഞ ഉടനെ കൗസല്യയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിഘ്നങ്ങളൊന്നും കൂടാതെ അഭിഷേകം മംഗളപരമായി കഴിയാൻ വേണ്ടി അപ്പോൾ തന്നെ കൗസല്യാദേവി പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. രാജാവ് കൗസല്യയെയോ ശ്രീരാമചന്ദ്രനെയോ കാണാൻ നിൽക്കാതെ ബന്ധപ്പെട്ടുകൊണ്ട് കൈകേയിയുടെ അന്തപുരത്തിലേക്കാണ് യാത്രയായത്. മന്ധരയെ രാജാവിന് ഓർമ്മയുണ്ട്. എങ്കിലും ഈ വിഷമഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു വിചാരം. ഇങ്ങനെ ഒരു കടുങ്കൈ പ്രയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് തൻ്റെ സാഹസപ്പെട്ട പ്രയത്നത്തെ മുഴുവൻ മന്ധര തുരങ്കം വെച്ച് പൊളിക്കുമെന്ന് രാജാവ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ വന്നിട്ടുണ്ടായാലും തൽക്കാലം വിജയം കൈവന്ന ഒരു ഭാവം രാജാവിന് ഉണ്ടായിരുന്നു. പതിവായി തൻ്റെ വരവിനെയും പ്രതീക്ഷിച്ച് നിൽക്കാറുള്ള രാജ്ഞിയെ അന്തപുരത്തിൽ താൻ എത്തിയിട്ടും കാണാതിരുന്നപ്പോൾ രാജാവിന് ആകപ്പാടെ പരിഭ്രമമായി. എന്തു പറ്റിയെന്ന ശങ്ക രാജാവിനെ അസ്വസ്ഥനാക്കി. ദാസിമാരോട് അന്വേഷിച്ചു മഹാരാജ്ഞി എവിടെയെന്ന്. ക്രോധാവ്യസന പരവശയായി നിത്യകൃത്യങ്ങൾ പോലും ചെയ്യാതെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നു എന്നാണ് അവർ ഭയാശങ്കകളോടെ രാജാവിനെ അറിയിച്ചത്. ആശങ്കയും പരിഭ്രമവും ഒന്നുകൂടി വർദ്ധിച്ചു മഹാരാജാവിന്. തൻ്റെ പരിഭ്രമത്തെ വെളിപ്പെടുത്താതെ ധൈര്യം അവലംബിച്ച് രാജ്ഞിയുടെ അടുക്കലേക്ക് നീങ്ങി. മധുരങ്ങളും ശീതളങ്ങളുമായ സാന്ത്വന വാക്കുകളെ കൊണ്ട് രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഭണം പിടർത്തി ചീറ്റുന്ന ഈറ്റുപാമ്പ് പോലെ ഭയങ്കരിയായി തീർന്ന കൈകേയിയുണ്ടോ? അതുകൊണ്ടൊക്കെ സമാധാനിക്കുന്നു. അവൾ എന്ത് പറഞ്ഞാലും അടങ്ങാതെയും സമാധാനിക്കാതെയും ഉറക്കെ പൊട്ടിക്കരഞ്ഞും നിലത്ത് കിടന്നുരുണ്ടും മാറത്തടിച്ചും രാജാവിനെ പരുഷമായി നോക്കിയും കുളത്തിനെ ആന എന്ന പോലെ ദശരഥൻ്റെ മനസ്സിനെ കലക്കി മറിച്ചു. അദ്ദേഹം അത്യന്ത പരിഭ്രാന്തനായി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ചു. എന്ത് കാരണത്താലാണ് ഈ ഭാവപകർച്ച എന്നറിയാൻ തന്നെ കഴിഞ്ഞില്ല. പല പാട് ചോദിച്ചിട്ടും പല പ്രതിജ്ഞകളും ചെയ്തിട്ടും രാജാവിനോട് സംസാരിച്ചില്ല കൈകേയി. അവസാനം വളരെ പ്രതിജ്ഞകളൊക്കെ ചെയ്തും താണുകേണപേക്ഷിച്ചും രാജാവ് ഒരുവിധം മഹാരാജ്ഞിയെ പ്രീതിപ്പെടുത്തിയതിൻ്റെ ഫലമായാണ് ഒടുവിൽ കൈകേയി സംസാരിച്ചത്. പണ്ട് തനിക്ക് ദാനം ചെയ്തതും രാജാവിൽ തന്നെ സൂക്ഷിച്ചിരിപ്പുള്ളതുമായ 2 വരങ്ങൾ തരാത്തതുകൊണ്ടാണ് ഈ വിഷമഭാവമെന്നാണ് രാജ്ഞിയുടെ ആവലാതിയുടെ ചുരുക്കം. അത് കേട്ടപ്പോൾ ദശരഥന് കുറേ സമാധാനമായി. എന്തെങ്കിലും വല്ലതും ആവശ്യമുണ്ടാകും. അത് വേഗത്തിൽ സാധിക്കാനുള്ള തന്ത്രമാണ് ഈ വാശിയെന്നേ കരുതിയുള്ളൂ. അതിനാൽ പണ്ടത്തെ 2 വരപ്രതിജ്ഞകൾ ഇപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം. എന്താണ് വേണ്ടതെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ എന്നായി രാജാവ്. ഈ പ്രതിജ്ഞ കൂടി കേട്ടപ്പോൾ കൈകേയിക്ക് തികച്ചും
ധൈര്യമായി. കരച്ചിലൊക്കെ പോയി. ഗൗരവത്തോടെ മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കി. എന്നാൽ അതിൽ ഒരു വരം കൊണ്ട് ഇപ്പോൾ ഒരുക്കിയ അഭിഷേക സംഭാരങ്ങളെ കൊണ്ട് തൻ്റെ പുത്രനായ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും രണ്ടാമത്തേതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ മുനിവൃത്തിയായി 14 കൊല്ലം കാട്ടിൽ താമസിക്കുകയുമാണ് വേണ്ടതെന്ന് വളരെ ധൈര്യത്തോടും ഗൗരവത്തോടും പറഞ്ഞ് അവസാനിപ്പിച്ചു കൈകേയി. ചെവിയിൽ വജ്രായുധം തറച്ച പോലെ രാജാവ് കൈകേയിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മൂർച്ഛിച്ചു വീണു. വീണ്ടും ബോധമുണ്ടായപ്പോൾ ഭ്രാന്തൻ എന്ന പോലെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൈകേയിക്ക് അല്പം പോലും അനുകമ്പയോ സഹതാപമോ തോന്നിയില്ല. പലപാട് രാജാവ് കൈകേയിയോട് താണപേക്ഷിച്ചു ഈ പ്രതിജ്ഞ ഒന്ന് മാറ്റാൻ. പക്ഷേ കൈകേയിയിൽ അല്പം പോലും അലിവ് കണ്ടില്ല. രാജാവ് പരവശനായി. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു. മാത്രമല്ല, പ്രാണതുല്യനായ രാമചന്ദ്രനെ പോലും വിട്ടു പിരിയണമെന്നാണ് വന്നിരിക്കുന്നത്. പലതും പറഞ്ഞും നിലവിളിച്ചും ഭ്രാന്തൻ്റെ മാതിരി വീണുരുണ്ടും വ്യസനഭാരത്താൽ തളർന്ന് വിവശനായി കൈകേയിയോട് പലപാടപേക്ഷിച്ചും ഫലമില്ലാതെ നിരാശനായും നിലവിളിച്ചുകൊണ്ട് തന്നെ നേരം പ്രഭാതമാക്കി. അപ്പോഴും കൈകേയി ഗൗരവത്തിൽ രാജാവിനെ നോക്കിയിരിക്കലും രാജാവ് കിടന്ന് നിലവിളിക്കലും തന്നെ.